ഹായ് സ്റ്റുഡൻസ്, നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു പുതിയ പേപ്പറാണ്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനെ തന്നെ നിങ്ങളുടെ സിലബസ് പ്രകാരം 5 യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ യൂണിറ്റ് 1 ആണ് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 മാത്തമാറ്റിക്കൽ ലോജിക്. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഡെഫിനീഷൻസ് ആണ്. ഈ ഡെഫിനീഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോബ്ലത്തിലേക്കും ബാക്കി ഡീറ്റെയിൽസിലേക്കും കടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഓരോ ഡെഫിനീഷൻസ് പറഞ്ഞു വരാം. ആദ്യം നമുക്ക് പറയാനുള്ള ഡെഫിനീഷൻസ് ആണ് പ്രപ്പോസിഷൻ, അഥവാ നമ്മൾ വേറൊരു പേരും കൂടെ അതിന് പറയും സ്റ്റേറ്റ്മെൻറ്റ്. പ്രപ്പോസിഷൻ അഥവാ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ് പ്രപ്പോസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രപ്പോസിഷൻ ഒരു ഡെഫിനേഷൻ കൊടുക്കുക? ആ ഡെഫിനേഷനാണ് പറയുന്നത് എ പ്രപ്പോസിഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് which is either true or false. പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അത് ഒന്നുകിൽ ട്രൂ ആകാം അല്ലെങ്കിൽ ഫോൾസ് ആകാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് കൊടുക്കാം, ബട്ട് നോട്ട് ബോത്ത്. ഒരേ സമയം അത് ട്രൂവും ഫോൾസും വരുന്ന കേസ് അവിടെ വരാൻ പാടില്ല. ബാക്കി 2 കേസ് വരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, എന്തായിരിക്കും ഈ ട്രൂ എന്ന് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയായിരിക്കും ഈ ഫോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, എങ്ങനെ നമുക്കതൊരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ഡൗട്ടായിട്ട് തോന്നാം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുവാണ്, ടുഡേ ഈസ് ഫ്രൈഡേ. ഇതൊരു സെൻറ്റൻസ് ആണല്ലേ. ഈ സെൻറ്റൻസ് പ്രപ്പോസിഷൻ ആകുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ സെൻറ്റൻസ് എന്താണ്? ടുഡേ ഈസ് ഫ്രൈഡേ. ഞാനിന്ന് പറയുന്ന ദിവസം ഫ്രൈഡേ ആണെങ്കിൽ നമുക്ക് ഈ സെൻറ്റൻസ് എന്താണ്? ട്രൂ ആണ് അല്ലേ. ഫ്രൈഡേ അല്ലാത്ത വേറെ ഏത് ദിവസവും ഈ സെൻറ്റൻസ് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അതായത് അറ്റ് എ ടൈം അതിന് ട്രൂ ഓർ ഫോൾസ് ഏതെങ്കിലും ഒരു ഉത്തരേ വരുള്ളൂ. ഇതെന്താണ്? ഒരു പ്രപ്പോസിഷൻ ആണ്. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പം നമുക്കിങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഈ ട്രൂനെയും ഫോൾസിനെയും പറയുന്നതാണ് എന്ത്? ട്രൂത്ത് വാല്യൂസ്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ സെൻറ്റൻസ് ട്രൂ ആണോ അല്ലെങ്കിൽ ആ സെൻറ്റൻസ് ഫോൾസ് ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടെ പറയുവാണെങ്കിൽ 1 + 1 = 2. ഇതൊരു ആൾജിബ്രൈക് സെൻറ്റൻസ് ആണല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ നമ്പേഴ്സിൽ എഴുതുവാണെങ്കിലും അതിനെ നമുക്ക് സെൻറ്റൻസായി കൺസിഡർ ചെയ്യാം. 1 + 1 = 2 ഈസ് എൻ ആൾജിബ്രൈക് സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ സെൻറ്റൻസ് എന്താണ്? ട്രൂ ആണ്. അതായത് ഈ സെൻറ്റൻസിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. വേറൊരു സെൻറ്റൻസ് നോക്കുക, 1 + 2 = 2. ഇത് വേറൊരു സെൻറ്റൻസ് ആണ്. 1 + 2 = 2. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതെന്തല്ല? ട്രൂ അല്ല അല്ലേ. നമുക്ക് ഈ സെൻറ്റൻസ് എന്താണ്? ഫോൾസ് ആണ്. ട്രൂ ആയാലും ശരി ഫോൾസ് ആയാലും ശരി ഇങ്ങനൊരു ആൻസർ മാത്രമേ ഇതിൽ വരുള്ളൂ അല്ലേ. 1 + 1 = 2 എന്ന് പറഞ്ഞാൽ അത് ആര് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അത് ട്രൂ ആണ്. അതേപോലെ തന്നെ 1 + 2 = 2 എന്ന് പറയുന്നത് ആര് ചെയ്ത് കഴിഞ്ഞാലും അത് ഫോൾസ് ആണ്. അതായത് അറ്റ് എ ടൈം ഈ ഓരോ സെൻറ്റൻസിനും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അങ്ങനെ ഒരു 2 ഓപ്ഷൻസ് മാത്രമേ വരുള്ളൂ. സോ ഇതൊക്കെ എന്തായി മാറി? പ്രപ്പോസിഷൻസ് ആയി മാറി. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തായിരിക്കും പ്രപ്പോസിഷൻ എന്നുള്ളത്. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് വരുന്ന സെൻറ്റൻസുകളാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേറെ കുറച്ചൊരു എക്സാമ്പിൾസും കൂടെ നോക്കാം. ഇന്ത്യ ഈസ് എ കൺട്രി. അതൊരു എക്സാമ്പിൾ ആണല്ലേ. ഈ എക്സാമ്പിൾ എന്താണ് നോക്കുക. ഇതൊരു സെൻറ്റൻസ് ആണ്. ഇനി ഈ സെൻറ്റൻസ് പ്രപ്പോസിഷൻ ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുവാണ്. ഇന്ത്യ ഒരു കൺട്രി തന്നെയാണല്ലേ. അതുകൊണ്ട് ഇതെന്താണ്? വിച്ച് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതെന്തായി മാറി? ഒരു പ്രപ്പോസിഷനായി മാറി. നെക്സ്റ്റ് 9 > 6. ഇതെന്താണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? ഫോൾസ് ആണ്. ആര് നോക്കിക്കഴിഞ്ഞാലും 9 > 6 എന്താണ്? ഫോൾസ് ആണ്. എഗെയിൻ അതും എന്തായി? പ്രപ്പോസിഷനായി. നിങ്ങൾക്ക് മനസ്സിലായി എന്തായിരിക്കും ഒരു പ്രപ്പോസിഷൻ എന്നുള്ളത്. പക്ഷേ എങ്ങനെയാണ് ഒരു പ്രപ്പോസിഷൻ ആകൂല എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നില്ലേ? എങ്ങനെയുള്ള സെൻറ്റൻസ് ആയിരിക്കും പ്രപ്പോസിഷൻ അല്ലാതെ ആകുക എന്നുള്ളത്? അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു സെൻറ്റൻസ് നോക്കിയേ നിങ്ങൾ. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഞാനിപ്പോൾ നിങ്ങളോട് പറയുവാണ് ഐ ആം വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങളുടെ ഓരോ ആളുടെ കാഴ്ചപ്പാടിലായിരിക്കും അല്ലേ അത് വരുക. ചിലർക്ക് അതെന്തായിരിക്കാം? ശരിയായിരിക്കാം അല്ലേ വിചാരിക്കുക. അപ്പോൾ ചിലർ പറയുന്നു അത് ശരിയായിരിക്കും. മേ ബി നിങ്ങളാരും അങ്ങനെ പറയണമെന്നില്ല. മേ ബി അഥവാ ചിലർക്ക് ശരിയാണെന്ന് തോന്നാം. അപ്പോൾ ചിലർക്ക് എന്താകാം? അത് തെറ്റായിട്ടും തോന്നാം. അതായത് അതിന് കറക്റ്റായിട്ട് ഒരു ആൻസർ ഇല്ല.
കാരണം അതെന്തല്ല ഒരിക്കലും ഒരു പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊക്കെ ഓരോ ആളുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതെന്താവില്ല, ഒരിക്കലും ഒരു പ്രപ്പോസിഷൻ ആകില്ല. നോട്ട് എ പ്രപ്പോസിഷൻ, ആദ്യം മനസ്സിലാക്കുക അത്. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വുമൺ ആർ മോർ ഇൻ്റലിജൻറ്റ് ദാൻ മെൻ. അടുത്ത സെൻറ്റൻസ് ആണത്. ഇതിൻ്റെ മീനിങ് എന്താണ്? മെന്നിനെക്കാട്ടും വളരെ ഇൻ്റലിജൻ്റ് ആണ് വുമൺസ് എന്നുള്ളത്, അല്ലേ, സോറി വുമൺ എന്നുള്ളത്. മെന്നിനെക്കാട്ടും വളരെ ഇൻ്റലിജൻ്റ് ആണ് വുമൺ. ഇപ്പം സപ്പോസ് കുറച്ച് പേര് അത് സപ്പോർട്ട് ചെയ്യുക അല്ലേ. ചിലർ പറയുന്നു അങ്ങനെ തന്നെയാണ്, വുമൺ തന്നെയാണ് ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നു. പക്ഷേ ബാക്കിയുള്ളവരെന്ത് ചെയ്യാം, അതിനെ എതിർക്കുന്നവരുണ്ടായിരിക്കാം. ഒരിക്കലും വുമൺ അല്ല ഇൻ്റലിജൻ്റ്, മെന്നാണ് ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്ത് വന്നു, ഒരിക്കലും അതിനൊരു കറക്റ്റ് ആൻസർ പറയാൻ പറ്റില്ല. അതായത് അത് ട്രൂ ആണോ അല്ലെങ്കിൽ അത് ഫോൾസ് ആണോ എന്ന് നമുക്കൊരു കേസിലും പറയാൻ പറ്റില്ല. അപ്പം ഇതെന്തായി, നോട്ട് എ പ്രപ്പോസിഷൻ. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എന്തായി വരില്ല, പ്രപ്പോസിഷനായിട്ട് വരില്ല. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണ്. The President of India is a woman. അടുത്ത എക്സാമ്പിളാണ് കേട്ടോ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എ വുമൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാംനാഥ് കോവിന്ദാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്തല്ല, വുമൺ അല്ല. പക്ഷേ നമുക്ക് അവിടെ ഒരു ആൻസർ പറയാൻ പറ്റി. ഇപ്പം നിലവിൽ സിറ്റുവേഷൻ വെച്ച് നമുക്കതെന്ത് പറയാം, ഫോൾസ് ആണ് എന്ന് പറയാം. അഥവാ രാംനാഥ് കോവിന്ദ് അല്ല വേറൊരു ഗേൾ ആയിരുന്നെങ്കിൽ നമുക്കെന്ത് പറയാം, ആ സെൻറ്റൻസ് ഫോൾസ് ആണ്. അതായത് അറ്റ് എ ടൈം ആ സെൻറ്റൻസിന് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ഒരു ആൻസർ മാത്രമേ വരുള്ളൂ. സോ അതെന്തായി, കറക്റ്റായി. അപ്പം നമുക്കതെന്തായി മാറി, അതൊരു പ്രപ്പോസിഷൻ ആണ് നമുക്ക് പറയാൻ പറ്റി. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ഞാൻ പറയുന്നത്, വാച്ച് ദ ഫിലിം. അല്ലെങ്കിൽ വേറൊരു സെൻറ്റൻസ് നോക്കുക, ക്ലോസ് ദി ഡോർ. രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടല്ലോ, വാച്ച് ദ ഫിലിം ആൻഡ് ക്ലോസ് ദ ഡോർ. നിങ്ങൾക്കറിയാം അതൊരു ഓർഡറാണ് അല്ലെങ്കിൽ ഒരു കമാൻഡാണ് അല്ലേ. വാച്ച് ദ ഫിലിം, ക്ലോസ് ദി ഡോർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, അത് ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ എന്തിൽ വരും, ഓർഡർ ഓർ കമാൻഡ്സിലാണ് വരിക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതൊക്കെ എന്താകില്ല, ഒരിക്കലും പ്രപ്പോസിഷൻ ആകില്ല, നോട്ട് പ്രപ്പോസിഷൻസ്, ഇങ്ങനെ പറയേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ പറയുന്ന സെൻറ്റൻസ് കൺസിഡർ ചെയ്യാം, ഹൗ ബ്യൂട്ടിഫുൾ. ഈ സെൻറ്റൻസ് എന്താണ്, വിച്ച് ഇസ് എൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അല്ലേ. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊന്നും എന്താകില്ല, പ്രപ്പോസിഷൻസ് ആകില്ല. അപ്പോൾ പ്രപ്പോസിഷൻ ആകാത്ത സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. ഓർഡർ ഓർ കമാൻഡ്സ് ഒരിക്കലും പ്രപ്പോസിഷൻ ആകില്ല. പിന്നെ എന്താവില്ല, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഒന്നും പ്രപ്പോസിഷൻസ് ആകില്ല. ഇനി നമ്മളൊരു സെൻറ്റൻസും കൂടെ പറയുവാണ്, വാട്ട് ഡിഡ് യു സേ. ഇതൊരു സെൻറ്റൻസ് ആണല്ലേ. ഇനി ഇതെല്ലാം എന്ന് വിചാരിക്കുക, വേറൊരു സെൻറ്റൻസ് ഉണ്ട്, വാട്ട് ഈസ് യുവർ നെയിം. അങ്ങനെയുള്ള കുറേ സെൻറ്റൻസുകൾ നമുക്ക് ചോദിക്കാം അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇതൊക്കെ എന്താണ്, ക്വസ്റ്റ്യൻസ് ആണല്ലേ. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഡിഡ് യു സേ, ഇതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ആസ്ക് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. അപ്പം ഇതൊന്നും ഒരിക്കലും എന്താകില്ല, പ്രപ്പോസിഷൻസ് ആകില്ല. അപ്പം നമ്മൾ പറയുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ഏതിൽ വരില്ല, പ്രപ്പോസിഷനിൽ വരില്ല, നോട്ട് പ്രപ്പോസിഷൻ. അപ്പം നമുക്ക് മൊത്തത്തിലൊന്ന് ചുരുക്കി പറയുവാണെങ്കിൽ എങ്ങനെയാണ് പ്രപ്പോസിഷൻ ആകുക, നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ആൻസർ പറയാൻ പറ്റണം. അതായത് പറയുന്നവർ മൊത്തം ഒരേ ആൻസർ ആയിരിക്കണം പറയേണ്ടത്. അതായത് അത് യൂണിവേഴ്സലി ട്രൂ ആയിരിക്കണം എന്ന് നമ്മൾ പറയും. അഥവാ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് തെറ്റാണെങ്കിൽ എല്ലാവർക്കും അത് തെറ്റായിട്ട് തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിലും, അതായത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കുഴപ്പമില്ല, അതെന്താവും, പ്രപ്പോസിഷൻ ആകും. പക്ഷേ ഒരേ സമയം അത് ശരിയും തെറ്റുമാണെന്ന് പലർക്കും പല അഭിപ്രായങ്ങൾ വരുന്ന കേസുകളിൽ ഒരിക്കലും അതൊന്നും എന്താകില്ല, പ്രപ്പോസിഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പ്രപ്പോസിഷനായിട്ട് കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങളാണ് എന്തൊക്കെ, ഓർഡർ, കമാൻഡ്സ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആൻഡ് ക്വസ്റ്റ്യൻസ് എക്സെട്ര. ഇതൊന്നും ഒരിക്കലും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പ്രപ്പോസിഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഡെഫിനിഷനാണ് എന്താണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്നുള്ളത്. നമ്മൾ പ്രപ്പോസിഷൻസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് ആണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. എങ്ങനെയായിരിക്കും ഒരു കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. സപ്പോസ് നമ്മൾ ഈ പ്രപ്പോസിഷൻസ് ഒക്കെ ഡിനോട്ട് ചെയ്യുക, ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നിങ്ങളുടെ സിലബസിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ രണ്ട് പ്രപ്പോസിഷൻ കൺസിഡർ ചെയ്യുകയാണ്,
പിയും ക്യൂവും. നോക്കുക, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രപ്പോസിഷൻ പി. രാമു ഹാസ് റിട്ടൺ എ ബുക്ക്. ക്യൂ എന്ന് പറയുന്നത് രാധ ഹാസ് റിട്ടൺ എ ബുക്ക്. ഇപ്പോൾ രണ്ട് സെൻറ്റൻസ് കിട്ടി. രണ്ട് സെൻറ്റൻസ് തന്നെയാണ്. അത് രണ്ട് സെൻറ്റൻസും എന്തായി മാറി? പ്രപ്പോസിഷൻസ് ആയി മാറി. അപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടി, പിയും ക്യൂവും. അപ്പോൾ എങ്ങനെയാണ് അത് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുതിയൊരു പ്രപ്പോസിഷൻ എടുക്കുവാണ്. ആർ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ എടുക്കുന്നു. ആ ആർ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ എന്താണ്? രാമു ഹാസ് റിട്ടൺ എ ബുക്ക് ഓർ രാധ ഹാസ് റിട്ടൺ എ ബുക്ക്. അതാ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന സെപ്പറേറ്റ് പ്രപ്പോസിഷന് നമുക്കൊരു വലിയ പ്രപ്പോസിഷൻ ഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അതിനെ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്നാണ് പറയുക. നിങ്ങൾ തന്നെ ജസ്റ്റ് വെരിഫൈ ചെയ്താൽ മതി. രാമു ഹാസ് റിട്ടൺ എ ബുക്ക് എന്ന് പറയുന്നത് ഇവിടെ വരെയുള്ളത് ഒരു പ്രപ്പോസിഷനാണ്. അത് കഴിഞ്ഞ് രാധ ഹാസ് റിട്ടൺ എ ബുക്ക് എന്ന് പറയുന്നത് വേറൊരു പ്രപ്പോസിഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ട് പ്രപ്പോസിഷനെ ജോയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്, അല്ലേ? പി ക്യൂ എന്ന് പറഞ്ഞ രണ്ട് പ്രപ്പോസിഷൻ ഇവിടെ എന്ത് ചെയ്യുവാണ്? ജോയിൻ ചെയ്യുവാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന പ്രപ്പോസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുക. ചിലപ്പം ഒരു ഒന്നാകാം, അല്ലെങ്കിൽ രണ്ട് പ്രപ്പോസിഷൻ ആകാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്ര പ്രപ്പോസിഷൻ വേണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്തിട്ട് ഇതേപോലെ പറയാൻ പറ്റും. അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ആണെന്ന് പറയും. ഒന്നിൽ കൂടുതൽ പ്രപ്പോസിഷൻ കണ്ടെയ്ൻ ചെയ്യുവാണെങ്കിൽ ആ സെൻറ്റൻസിനെ നമ്മൾ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പറയാനുള്ളത്. അടുത്ത ഡെഫിനീഷനാണ് കണക്റ്റീവ്സ് എന്ന് പറയും. ഇപ്പം നമ്മളുടെ വേർഡ് മീനിങ് പോലെ തന്നെ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് പറയും? ഒന്നുകിൽ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ്. നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ കണക്റ്റീവ്സ്? ആൻഡ്, ഓർ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അല്ലെങ്കിൽ ഇഫ് ദെൻ, അല്ലെങ്കിൽ നോട്ട്. ഇതൊക്കെ എന്താണ്? കണക്റ്റീവ്സ് ആണ്. ഈ സെൻറ്റൻസുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ വേർഡ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലുമൊക്കെ സെൻറ്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുക. നോക്കിയാൽ മതി നിങ്ങൾ. ആൻഡ്, ഓർ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദെൻ, നോട്ട്. ഇത് മാത്രമല്ല എക്സെട്ര, അങ്ങനെ കുറേ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കണക്റ്റീവ്സ് പോലുള്ള കാര്യങ്ങൾ, ഓരോ കണക്റ്റീവ്സും നമ്മൾ എന്തായിട്ട് പഠിക്കും? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ നമ്മൾ എടുക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിനൊരു പേരൊക്കെ വിളിച്ചിട്ടാണ് പറയുക. ഫസ്റ്റ് വൺ ആണ് കൺജങ്ഷൻ. ഈ കൺജങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആൻഡ് എന്ന് പറഞ്ഞ കണക്റ്റീവിനെയാണ് നമ്മൾ കൺജങ്ഷനായിട്ട് എന്ത് ചെയ്യുക? നോർമലി നമ്മൾ കാണുന്നത് കൺജങ്ഷൻ എന്ന് പറയാം. അപ്പം നമുക്ക് ഈ കൺജങ്ഷൻ എന്താണെന്നുള്ളതിന് ഒരു ഡെഫിനീഷൻ കൊടുക്കാം, അല്ലേ? സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് ഡെഫിനീഷൻ നമ്മൾ കൊടുക്കാൻ പോവാണ്. വി കോൾ ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് P and Q the conjunction of P and Q. അതായത് പി ക്യൂ എന്ന് പറഞ്ഞത് എന്താണ്? പി ആൻഡ് ക്യൂവിൻ്റെ കൺജങ്ഷൻ ആണെന്നാണ് പറയുന്നത്. അതായത് പി ക്യൂ എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ കൺജങ്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആൻഡ് എന്ന് പറഞ്ഞ കണക്റ്റീവ് വെച്ചിട്ട് ആ രണ്ട് സെൻറ്റൻസും കൂടി കണക്ട് ചെയ്ത് എഴുതിയാൽ അതെന്തായി? കൺജങ്ഷനായി. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതിനു മുന്നേ ഈ കൺജങ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പൽ ഉണ്ട്. പി ഒരു പ്രപ്പോസിഷനാണ്, ക്യൂ ഒരു പ്രപ്പോസിഷനാണ്. അതിൻ്റെ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് കൺജങ്ഷൻ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പി ആൻഡ് ക്യൂ. ഇത് വായിക്കേണ്ടത് എന്താണ്? നിങ്ങൾ പി ആൻഡ് ക്യൂ എന്നാണ് ഇത് വായിക്കേണ്ടത്. ഈ ആൻഡിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺജങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് രണ്ട് പ്രപ്പോസിഷൻസ് തന്നിട്ടുണ്ട് വിചാരിക്കുക. പി എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് റോസസ് ആർ റെഡ് എന്നും, ക്യൂ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ സ്കൈ ഈസ് ബ്ലൂ. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ രണ്ട് പ്രപ്പോസിഷനാണ് തന്നിരിക്കുന്നത്, പിയും ക്യൂവും. നിങ്ങളോട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറഞ്ഞു? പി ആൻഡ് ക്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ കൺജങ്ഷൻ കാണാൻ പറഞ്ഞു. പിൻ്റെയും ക്യൂവിൻ്റെയും കൺജങ്ഷൻ കാണാൻ പറഞ്ഞു. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ എന്ത് എഴുതുക? പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോസസ് ആർ റെഡ് ആൻഡ്
സ്കൈ ഈസ് ബ്ലൂ. ഒന്നുമില്ല, നമ്മളുടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് അങ്ങ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി, കൺജങ്ഷനായി മാറി. ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അതാണ്, രണ്ട് പ്രപ്പോസിഷൻസിന് ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് എഴുതുവാണെങ്കിൽ അതെന്തായി മാറി, പ്രപ്പോസിഷൻസായി മാറി. നമ്മൾ കൺജങ്ഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രൂത്ത് ടേബിൾ ഫോർ കൺജങ്ഷൻ. കൺജങ്ഷന് നമ്മളൊരു ട്രൂത്ത് ടേബിൾ വരച്ചു കൊടുക്കാൻ പോവുകയാണേ. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ആ ടേബിൾ വരയ്ക്കുന്നതിന് മുന്നേ രണ്ട് പ്രപ്പോസിഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസ് തന്നെയാണ്. രാമു ഹാസ് റിട്ടൺ എ ബുക്ക് എന്നുള്ളത് നമ്മൾ പ്രപ്പോസിഷൻ പി ആയിട്ടും രാധ ഹാസ് റിട്ടൺ എ ബുക്ക് എന്നുള്ളത് പ്രപ്പോസിഷൻ ക്യൂ ആയിട്ടും എടുക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് പ്രപ്പോസിഷൻ ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒരു പ്രപ്പോസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതാണ് അതിൻ്റെ ട്രൂത്ത് വാല്യൂസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ രാമു ഹാസ് റിട്ടൺ എ ബുക്ക്, രാമു ഒരു ബുക്ക് എഴുതി. ഇത് എന്ത് ചെയ്യാം, രാമു ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാകാം, അല്ലെങ്കിൽ ഇത് എന്താകാം, തെറ്റാകാം. നമ്മൾ നോർമലി അതിനെ കാണിക്കുക, ട്രൂ ആണെങ്കിൽ ടി വെക്കും, ഫോൾസ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് വെക്കും. ഇതാണ് നമ്മളുടെ ട്രൂത്ത് വാല്യൂസ്. അതായത് പി എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ട്രൂ ആകാം അല്ലെങ്കിൽ ഫോൾസ് ആകാം. അതേപോലെ ക്യൂ എന്ന് പറഞ്ഞ പ്രപ്പോസിഷനും ട്രൂ ആകാനും ഫോൾസ് ആകാനും സാധ്യതയുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ വരക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ പി പറയുന്നു, നെക്സ്റ്റ് ക്യൂ, പിന്നെ നമുക്ക് ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്, പി ആൻഡ് ക്യൂവിൻ്റെത്. നമ്മൾ എന്ത് ചെയ്തു, ട്രൂത്ത് ടേബിൾ പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം അതിനു മുമ്പേ പറയാനുള്ളത് ഇതിന് എന്തൊക്കെ വാല്യൂസ് വരും എന്നുള്ളതാണ്. കറക്റ്റ് ശ്രദ്ധിക്കണം. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആവാം, ക്യൂവും ട്രൂ ആകാം. അതായത് രാമു ഹാസ് റിട്ടൺ എ ബുക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, രാധ ഹാസ് റിട്ടൺ എ ബുക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. രണ്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് എഴുതിയാലും ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താകും, ശരിയാകും. കാരണം രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ അതിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്താലും അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആകും. അപ്പോൾ ഫസ്റ്റ് ട്രൂത്ത് വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വണ്, രാമു ഹാസ് റിട്ടൺ എ ബുക്ക് ശരിയാണ്, അതായത് അത് ട്രൂ ആണ്. രാധ ഹാസ് റിട്ടൺ എ ബുക്ക് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനും ആൻഡ് വെച്ച് കണക്ട് ചെയ്താൽ, ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു തെറ്റും ശരിയും ആൻഡ് വെച്ച് കണക്ട് ചെയ്താൽ അത് എഗെയിൻ എന്ത് തന്നെയാണ് ആവുക, തെറ്റ് തന്നെയാണ് ആവുക. ഓക്കെ, അതേപോലെ നേരെ തിരിച്ചെന്താകാം, പി എന്ന് പറയുന്നത് ഫോൾസ് ആകാം. അതായത് രാമു ഹാസ് റിട്ടൺ എ ബുക്ക് എന്നുള്ളത് ഒരു ഫോൾസ് ആകാം, രാധ ഹാസ് റിട്ടൺ എ ബുക്ക് എന്നുള്ളത് ട്രൂ ആകാം. നേരെ ഓപ്പോസിറ്റ് കേസ് വരാം. ഇവിടെയും രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടി ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഫോൾസും ട്രൂവും കൂടി ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ആകുക അല്ലേ. നെക്സ്റ്റ് നമുക്ക് രണ്ടും എന്താകാം, പി എന്ന് പറയുന്നത് ഫോൾസ് ആകാം, ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആകാം. അതായത് രാമു ഹാസ് റിട്ടൺ എ ബുക്ക് എന്ന് പറയുന്നത് ഫോൾസ് ആണ്, രാധ ഹാസ് റിട്ടൺ എ ബുക്ക് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ട് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെ ആൻഡ് വെച്ച് കൂട്ടി എഴുതിയത് കൊണ്ട് അതൊരിക്കലും ശരിയാവില്ല. അത് എഗെയിൻ എന്ത് തന്നെയാണ് ആകുന്നത്, ഫോൾസ് തന്നെയാണ് ആകുന്നത്. ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ജനറലി ഇതാണ് പഠിച്ചു വെക്കേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാല്യൂസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൺജങ്ഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത് അടുത്ത കണക്റ്റീവിനെ കുറിച്ച് പറയാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞ കണക്റ്റീവ് ഏതായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലോ. കൺജങ്ഷൻ എന്ന് പറഞ്ഞ കണക്റ്റീവ് ഏതായിരുന്നു, ആൻഡ് ആയിരുന്നു. ഇനി ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന കണക്റ്റീവ് ഓർ ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത് അതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. എങ്ങനെയാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആകുന്നത്, പിയും ക്യൂ എന്ന് പറഞ്ഞ രണ്ട് പ്രപ്പോസിഷൻസ് ഉണ്ട്, അതിൻ്റെ പി ഓർ ക്യൂ ആണ് എന്ത്, നമ്മുടെ ഡിസ്ജങ്ഷൻ. പി ഓർ ക്യൂ, നേരത്തെ പറഞ്ഞത് പി ആൻഡ് ക്യൂ ആണെങ്കിൽ ഡിസ്ജങ്ഷനിലേക്ക് വരുമ്പോൾ അതെന്താകും, പി ഓർ ക്യൂ എന്ന് പറഞ്ഞിട്ട് മാറും. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പി ക്യൂ എന്നുള്ള എക്സാമ്പിൾസ് തന്നെ എടുക്കുവാണേ, ഞാൻ അഗെയിൻ അത് മാറ്റി എഴുതുന്നില്ല. പി എന്ന് പറയുന്നത് എന്താണ്, രാമു ഹാസ് റിട്ടൺ എ ബുക്കാണ്, ക്യൂ എന്ന് പറയുന്നത് രാധ ഹാസ് റിട്ടൺ എ ബുക്ക്. അപ്പം ഞാൻ ഈ ഡിസ്ജങ്ഷൻ എഴുതാൻ പോവാണ്. അതിനു മുന്നേ ഡിസ്ജങ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലും കൂടെ പറയുവാണ്. കൺജങ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയേ, നേരെ തിരിഞ്ഞിട്ട് പി ഓർ ക്യൂ. ഇതിന് വായിക്കേണ്ടത് എന്താണ്, പി ഓർ ക്യൂ ആണ്. പി എന്ന് പറയുന്നത് രാമു ഹാസ് റിട്ടൺ എ ബുക്കും ക്യൂ എന്ന് പറയുന്നത് രാധ ഹാസ് റിട്ടൺ എ ബുക്കും ആണെങ്കിൽ പി ഓർ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, രാമു ഹാസ് റിട്ടൺ എ ബുക്ക്
or Radha has written a book. ഓക്കെ, ഒന്നുമില്ല. എങ്ങനെയാണ് നമ്മൾ ഡിസ്ജങ്ഷൻ എഴുതിയിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന പി ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ ജസ്റ്റ് ഓറ് വെച്ച് കണക്ട് ചെയ്ത് എഴുതി. അതാണ് നമ്മുടെ ഡിസ്ജങ്ഷൻ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഓറ് വെച്ച് കണക്ട് ചെയ്ത് എഴുതുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ എന്ത് പറയാൻ പറ്റും? ഡിസ്ജങ്ഷനും ട്രൂത്ത് ടേബിൾ പറയാൻ പറ്റും അല്ലേ? ഞാനിനി നെക്സ്റ്റ് അതാണ് പറയാൻ പോകുന്നത്. ട്രൂത്ത് ടേബിൾ ഫോർ ഡിസ്ജങ്ഷൻ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്താണ്, എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വരക്കുക എന്നുള്ളത്. ഞാൻ അഗെയിൻ ട്രൂത്ത് ടേബിൾ വരക്കാൻ പോവുകയാണ്. നിങ്ങൾ കറക്റ്റായി ശ്രദ്ധിക്കുക. പി വരും, ക്യൂ വരും. ഇവിടെ എന്ത് വരും? പി ഓർ ക്യൂ ആണ് വരിക. ക്യാപിറ്റൽ ക്യൂ ആണ്. പി ഓർ ക്യൂ ആണ് വരിക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് തന്നെ എടുക്കുന്നേ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? പി എന്ന് പറയുന്നത് രാമു ഹാസ് റിട്ടൺ എ ബുക്ക്, ക്യൂ എന്ന് പറയുന്നത് രാധ ഹാസ് റിട്ടൺ എ ബുക്ക്. ഇവിടെ എന്താണെന്ന് കണക്ട് ചെയ്യുന്നത് ഓറാണേ. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതായത് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂവും ക്യൂ ട്രൂ ആയാലും ട്രൂ ഓർ ട്രൂ, അതായത് ഓർ വെച്ച് കണക്ട് ചെയ്താൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകും അല്ലേ? അതല്ലേ ഓറിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രൂ ഓർ ട്രൂ എന്ന് പറയുന്നത് ട്രൂ ആകും. എഗെയിൻ നെക്സ്റ്റ് ഫസ്റ്റ് വൺ ട്രൂവും സെക്കൻഡ് വൺ ഫോൾസും ആണ്. രാമുവിൻ്റെത് ശരിയും രാധയുടേത് തെറ്റുമാണ്. അത് രാമു ഹാസ് റിട്ടൺ എ ബുക്ക് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ശരിയും രാധ ഹാസ് റിട്ടൺ എ ബുക്ക് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ഫോൾസും ആണ്. പക്ഷെ കുഴപ്പമില്ല, ട്രൂ ഓർ ഫോൾസ് ആണ് വരുന്നത്. ഓർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രൂ ഓർ ഫോൾസ് വരുമ്പം അതെന്തായി? ട്രൂ ആയി. നേരെ തിരിച്ച് ഫോൾസ് വരാം, ട്രൂ വരാം. ഇവിടെയും എന്ത് കേസ് തന്നെയാണ് വരുന്നത്? ഫോൾസ് ഓർ ട്രൂ എന്നുള്ള കേസ് തന്നെയല്ലേ? അതും ട്രൂ വരാം. എപ്പോഴും മാത്രമാണ് നമുക്കത് ഫോൾസ് ആകുക? ഫോൾസും രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസാണ്. അതായത് രാമു അല്ല രാധയും അല്ല ബുക്ക് എഴുതിയത്. അങ്ങനെ ഒരു ബുക്ക് അവർ എഴുതിയിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതും ഫോൾസാണ്, ഇതും ഫോൾസാണ്. രണ്ട് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെ ഓറ് എന്നല്ല ഏത് വെച്ച് കണക്ട് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അത് എഗെയിൻ എന്ത് തന്നെയാണ് ആകുക? ഫോൾസ് തന്നെയാണ് ആകുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവും അല്ലേ? രണ്ടിൻ്റെ ട്രൂത്ത് ടേബിളും കൂടി ജസ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ആൻറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുക. എവിടെയേ ട്രൂ വരുള്ളൂ? രണ്ടും ട്രൂ ആകുമ്പോൾ മാത്രമേ ട്രൂ വരുള്ളൂ. നേരെ തിരിച്ച് ഓറിൻ്റെയിൽ ബാക്കി 3 കേസിലും ട്രൂ ആ വരുന്നത്. രണ്ടും ഫോൾസ് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഫോൾസ് വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും പഠിച്ച സ്ഥിതിക്ക് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലേ? നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 + 1 = 2 ആൻഡ് 4 <= 3. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റ് ശ്രദ്ധിക്കുക. 1 + 1 = 2. ഇതിനെ മാത്രം നമ്മൾ എടുത്തിട്ട് പി എന്ന് വിളിക്കാം നമുക്ക് അല്ലേ? 1 + 1 = 2 എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞ പ്രപ്പോസിഷനായിട്ടും 4 <= 3 എന്നുള്ളത് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ പ്രപ്പോസിഷനായിട്ടും എടുക്കുവാണേ. ഇനി നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. 1 + 1 = 2 എന്ന് പറയുന്നത് കറക്റ്റാണ്. അതായത് പി എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ട്രൂ ആണ്. ഓക്കെ. അതേപോലെ 4 <= 3, 4 ഒരിക്കലും 3-നേക്കാളും ലെസ് അല്ല അല്ലേ? അതായത് ക്യൂ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ നമുക്ക് ഇവിടെ എന്താന്ന് പറയാം? ഫോൾസ് ആണ് എന്ന് പറയാം. അപ്പം നിങ്ങൾ നോക്കുക, രണ്ടിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? ആൻഡ് വെച്ചിട്ടാണ്. സോ നമ്മൾ പി ആൻഡ് ക്യൂ എന്താണ് എന്നാ കണ്ടുപിടിക്കേണ്ടത്? ട്രൂത്ത് വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതായത് പി ആൻഡ് ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കണം. പി ട്രൂവും ക്യൂ ഫോൾസും ആകുമ്പം ട്രൂ ആൻഡ് ഫോൾസ്. ജസ്റ്റ് നമുക്കറിയാം ട്രൂവും ഫോൾസും ആൻഡ് വെച്ച് കണക്ട് ചെയ്താൽ ഫോൾസ് ആണ് ആകുക. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും വരുമ്പം എന്താണ് എന്നുള്ളത് ഓൾറെഡി പഠിച്ചു വച്ചിരിക്കുന്ന ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ ചോദിക്കുവാണ്. 2 + 1 = 2 ആൻഡ് 3 + 1 = 3. ഇതാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഇപ്പം ആൻഡ് വെച്ചിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതും ഫോൾസ് ആണ്, ഇതും ഫോൾസ് ആണ് അല്ലേ? അതായത് ഇപ്പം പിയും ക്യൂ ആയിട്ട് എടുക്കുവാണെങ്കിൽ പി ഫോൾസായി, അതേപോലെ ക്യൂവും എന്തായി? ഫോൾസായി. രണ്ട് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും എഗെയിൻ അതിൻ്റെ പി ആൻഡ് ക്യൂ എടുക്കും എന്താകുകയുള്ളൂ? ഫോൾസ് ആകുകയുള്ളൂ. സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാൻ ജസ്റ്റ് ഓർ വെച്ച് മാറ്റി എഴുതി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. 1 + 1 = 2 ഓർ 4 <= 3. ഈ ഓറ് വെച്ചിട്ടാണെങ്കിൽ ട്രൂവും ഫോൾസും ആണെങ്കിൽ എന്താ വരുക? നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയേ. ട്രൂവും ഫോൾസും ആണെങ്കിൽ ഓറാണെങ്കിൽ ട്രൂ ആ വരിക.
പക്ഷേ നമ്മൾ ആൻഡിൽ അതെന്താണ് വന്നിരിക്കുന്നത്, ഫോൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എങ്ങനെയായിരിക്കും ഒരു സെൻറ്റൻസിൻ്റെ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് കോമ്പൗണ്ട് സെൻറ്റൻസുകളുടെ ട്രൂത്ത് വാല്യൂസ് എങ്ങനെയാണ് കാണുക എന്നുള്ളത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞായിരുന്നു, ഡിസ്ജങ്ഷൻ പഠിച്ചു, കൺജങ്ഷൻ പഠിച്ചു. നമ്മുടെ തേർഡ് കണക്റ്റീവാണ് എന്ത്, നെഗേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്റ്റീവ് തന്നെയാണ് നെഗേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെഗേഷൻ എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, ഈ നോട്ടിനെയാണ് നമ്മൾ നെഗേഷൻ എന്ന് പറയുന്നത്. നോട്ട് നമ്മൾ ഒന്ന് ആൻഡ് ഒന്ന് ഓർ പറഞ്ഞില്ലേ, അടുത്തതാണ് നോട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ജസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഇത് പറയാം, വളരെ സിമ്പിളാണ്. പി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടുഡേ ഈസ് ഫ്രൈഡേ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് പി. അങ്ങനെയെങ്കിൽ എങ്ങനെ നെഗേഷൻ എഴുതാം, നെഗേഷൻ്റെ സിമ്പിൾ കറക്റ്റ് ശ്രദ്ധിക്കണം. ഇതാണ് നെഗേഷൻ്റെ സിമ്പിൾ, നോക്കുക, ഇതാണ് നെഗേഷൻ്റെ സിമ്പിൾ, ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതാണ് നെഗേഷൻ. അപ്പം നെഗേഷൻ പി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടുഡേ ഈസ് നോട്ട് ഫ്രൈഡേ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നേരെ നെഗേഷൻ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ എന്താ നെഗേഷൻ ഉദ്ദേശിക്കുന്നത്, അതിനെ നോട്ട് വെച്ച് കണക്ട് ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ക്ലിയർ ആയിരിക്കും. ഈസ് വരുന്നെടുക്കുക, ഈസ് നോട്ട് വന്നു, അതായത് എല്ലാ സെൻറ്റൻസിനെയും നോട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുക. സപ്പോസ് ഇന്ന് ഫ്രൈഡേ ആണെന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പം ഈ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി, ടുഡേ ഈസ് ഫ്രൈഡേ എന്ന് പറയുന്നത് ട്രൂ ആയി അല്ലേ, ഇത് ട്രൂ ആയി. അപ്പോൾ ഇതെന്തായി, ടുഡേ ഈസ് നോട്ട് ഫ്രൈഡേ എന്നുള്ളത് ഫോൾസ് ആയി. നേരെ തിരിച്ച് അതെന്താകാം, ഫോൾസ് ട്രൂ ആകാം. അതായത് ഞാനൊരു ട്രൂത്ത് ടേബിൾ വരയ്ക്കുവാണെങ്കിൽ പിയും വരും, നെഗേഷൻ പിയും വരും അല്ലേ. നമ്മുടെ ട്രൂത്ത് ടേബിളിൽ ഇത് രണ്ട് കാര്യങ്ങളല്ലേ വരിക. അതായത് പി ട്രൂ ആയാൽ നെഗേഷനിൽ എന്താ, അത് നമ്മൾ നോട്ട് വെച്ചിട്ടാണ് ചെയ്യുക, അത് ഫോൾസ് ആകും. നേരെ തിരിച്ച് പി ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ നോട്ട് എടുക്കും, അത് ട്രൂ ആകും. ഇതാണ് നമ്മുടെ നെഗേഷൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്.